പ്രിയപ്പെട്ടവരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കൊച്ചു കൊച്ചു വീട് വറാവദതുൽ ജിബാലു ശുമ്മു മിൻ റഹബി അന്നഫി ഫാറാ അയ്യമാ ശമനി. മാടി വിളിച്ചാൽ മലകൾ സ്വർണമായി മുമ്പോട്ട് വരാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിത്യാഗത്തിന്റെ ഊക്കുകൊണ്ട് ഫീഹാ ളറൂറതു ഇന്നല്ലറൂറത ലാ തഅദു അലൽ ഇസ്മി. അനുരാഗത്തിന്റെ ആത്മപ്രഭയാലെ അള്ളാഹുവിനോട് കൽബ് ചേർത്ത് വെച്ച് മാലോകര മുഴുവനും മോചനത്തിന്റെ മലർവാടിയിലേക്ക് മാടി വിളിക്കേണ്ട നേതാവിന് ഭൗതിക ലോകത്തെ കൊട്ടാരങ്ങൾ ആവശ്യമില്ല, കമാനങ്ങൾ ആവശ്യമില്ല. ഹബീബ് ലളിതമായ ജീവിതത്തിന്റെ വിനയഭാവത്തിലാണെന്നറിയാനാണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലളിതമായ ജീവിതത്തിന് മാതൃകയാകാൻ ആ വീടവിടെ വെക്കാമായിരുന്നല്ലോ എന്ന് ഞാൻ ആശിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയുടെ നിർമ്മാണം നടത്തി. ഇനി അതിന്റെ വികാസങ്ങൾ വരുന്നുണ്ട്. 12 ദിവസം കഴിഞ്ഞു. എന്നിട്ടാണ് പിന്നെ അതിനെ മേൽക്കൂരയിടുന്നത്. അത് ഈത്തപ്പനയുടെ മടലും ഓലയും ഉപയോഗിച്ചിട്ടാണെന്ന് ചരിത്രം പറയുന്നു. പിൽക്കാലത്ത് ആളുകൾ അധികരിച്ചപ്പോൾ അത് വികസിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് താരീഖുൽ മസ്ജിദുൻ നബവി ശരീഫ് എന്ന വിഷയമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇന്നത്തേതുവരെയുള്ള പള്ളിയുടെ നിർമ്മാണങ്ങൾ സംബന്ധമായ നിരവധി ചരിത്രങ്ങളുണ്ട്. തൽക്കാലം അതിലേക്ക് പോകാൻ നമ്മൾ ഈ പരമ്പര അനുവദിക്കുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം നടത്തി. അതിൽ ലോക നാഗരികതയുടെ മുഴുവനും തലസ്ഥാനമാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ നടപ്പിലാക്കേണ്ടത് ലോകത്തിന്റെ മുഴുവനും മോചനത്തിന്റെ വിപ്ലവമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി ലോകരാഷ്ട്രങ്ങളെ മുഴുവനും ഭരിക്കുന്ന തലസ്ഥാനമാണ്. ആ തലസ്ഥാന നഗരിയിൽ നിന്നുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തെ വിളിക്കുമ്പോ ചരിത്രം മുഴുവനും നന്മയുടെയും മോചനത്തിന്റെയും വഴിയിലേക്ക് വരേണ്ടതാണ്. അതുകൊണ്ടാണ് രേഖപ്പെടുത്തിയത് കാണാം, the moment you unveiled your face to display your splendor, it was the very moment you turned me into mirror. അവിടുത്തെയുടെ മുഖം ഉദിച്ചു വന്നപ്പോഴേക്കു തന്നെ ഹൃദയത്തിലേക്ക് അതിന്റെ അടയാളങ്ങൾ പതിഞ്ഞുപോയി. How do I describe my love, the impact of her ravishing glance? In a split moment it freed me from the fetters of world prison. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നോട്ടം, ഒരു മിന്നലാട്ടം മാത്രം വന്നപ്പോഴേക്ക് ലോകത്തിന്റെ കാരാഗ്രഹങ്ങളെല്ലാം തുറന്ന് സ്വതന്ത്രമായി. His contemplation was not possible and he was not at all discernible. Love has shown us his glory in every particle of dust though. എല്ലാ കണങ്ങളിലും എല്ലാ തലങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തിന്റെയും പ്രകാശത്തിന്റെയും പ്രതിധ്വാനമാണ്. In the school of love, when he took lesson into surrender and annihilation, all that Niyaz had learned so far, he erased it all from his heart. ഹൃദയത്തിൽ നിന്ന് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന വിചാരത്തിലേക്ക് മാത്രം ലോകത്തെ മുഴുവനും കൊണ്ടുവരാൻ കഴിഞ്ഞ നേതാവ് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൻ നബവി കേവലമായ ഒരു പ്രതീകമല്ല, കേവലമായ ഒരു ആരാധനാലയമല്ല, ലോകത്തുള്ള മുഴുവൻ നാഗരികതയുടെയും അസ്ഥിവാരങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് നീതിബോധങ്ങളെ പഠിപ്പിച്ച തലസ്ഥാന നഗരിയാണ്. ആ മസ്ജിദുൻ നബവിയിൽ വരാത്ത ചർച്ചകളില്ല. മുഹമ്മദും ഫീ ഫുആദിൽ ഗാരി യർതജിഫു ഫീ കഫീ ദഹ്റു വൽ ആയാതു വസ്സുഹുഫു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദമെന്ന് പറയുന്നത് ലോകത്തെ ആകമാനം മാറ്റിയെടുക്കാനുള്ള വേദമാണ്. ലോകത്തെ ആകമാനം മോചനത്തിലേക്ക് കൊണ്ടുവരാനുള്ള വേദമാണ്. ആ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുല്യമായ നേതൃപാടവത്തിന്റെ അജയ്യമായ വിലാസമാണ് മാലോകരോട് മുഴുവനും അടയാളപ്പെടുത്തിയിട്ട് പറയുന്നത്. അപ്പോൾ ഇനിയും ഓരോരോ നടപടികൾ നടക്കാനുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പള്ളി സ്ഥാപിച്ചു. ഇനി പള്ളിയിലേക്ക് വരാൻ ആളുകളെ വിളിക്കാൻ എന്താ ചെയ്യുക? ആലോചനയായി. ഇന്നത്തെ പോലെ മൊബൈൽ ടെക്നോളജി, ടെലികമ്മ്യൂണിക്കേഷൻ സാധ്യതകളില്ല. എല്ലാവരും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാൻ എന്ത് ചെയ്യണം? ചില ആളുകൾ അഭിപ്രായപ്പെട്ടു ഒരു തീ കത്തിച്ചാലോ, ചില ആളുകൾ അഭിപ്രായപ്പെട്ടു ഒരു പതാക ഉയർത്തിയാലോ, ചില ആളുകൾ അഭിപ്രായപ്പെട്ടു ഉറക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞാലോ. അങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വന്നു. എന്നാൽ ഫൻസറഫ അബ്ദുല്ലാഹി ഇബ്നു സൈദ് വഹുവ മുഹ്തമ്മും ബിലഹമ്മി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ആ ചർച്ചയുള്ള സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയത്, പഠിച്ചവനെ എന്റെ ഹബീബിനോട് ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ എന്താ ചെയ്യാ? എല്ലാവരെയും പള്ളിയിലേക്ക് വിളിക്കാൻ ഒരു ശബ്ദമുണ്ടാക്കിയാൽ ഒരു കൊമ്പ് വെച്ച് ഊതി വിളിച്ചാൽ മതിയോ? അങ്ങനെ പല അഭിപ്രായങ്ങളും വന്നപ്പോൾ പല മതങ്ങളോടും സംസ്കാരങ്ങളോടും സാദൃശ്യമുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുമ്പോൾ ഫഉരിയൽ അദാൻ, അള്ളാഹുവിൽ നിന്നുള്ള വെളിപാട് ലഭിച്ചു വാങ്കിനെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വാഫ ബി വഅന നായിമുൻ. ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഒരാൾ വന്നു. റജുലുൻ അലൈഹി സൗബാനി അഖ്ളറാനി യഹ്മിലു നാഖൂസൻ ഫീ യദിഹി ഫഖുൽതു ലഹു യാ അബ്ദല്ലാഹ് അത്തബിഉ ഹാദ നാഖൂസ്. ഒരാൾ കൊമ്പും കൊണ്ട് ഊതി വിളിക്കാനുള്ള സാധനവും കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, അല്ല ഇത് നിങ്ങൾക്ക് വിൽക്കാനാണോ എന്ന് ചോദിച്ചു. ഖാല വമാ തസ്നഉ ബി, എന്തിനാണത് വാങ്ങുന്നത്? ഖുൽതു നദ്ഉ ബിഹി ഇല സ്വലാ, ഞങ്ങൾക്ക് നിസ്കാരത്തിലേക്ക് വിളിക്കാനാണ്. അപ്പോൾ പറഞ്ഞു, അഫലാ അദുല്ലുക അലാ മാ ഹുവ ഖൈറുൻ മിൻ ദാലിക്, അതിനേക്കാൾ നല്ലതൊന്ന് ഞാൻ പറഞ്ഞു തരട്ടെ? ഖുൽതു ബലാ, അതേ പറഞ്ഞു തന്നോളൂ. അങ്ങനെ ആയപ്പോൾ അവിടുന്ന് സ്വപ്നത്തിൽ ലഭിച്ച വെളിപാടാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന പവിത്രമായ വാങ്കിന്റെ ഒലികൾ സ്വപ്നത്തിൽ നിന്ന് അല്ലാഹുവിൽ നിന്നുള്ള വെളിപാടായി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സൈദ് എന്ന സ്വഹാബിക്ക് ലഭിക്കുമ്പോൾ ഈ സ്വഹാബി ഓടി വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ നബിയേ, ഇമാം ശഅബിയുടെ നിവേദനം കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറുഹു അൻ യഖൂല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയിട്ട് വാങ്ങിന്റെ മുഴുവൻ വാചകങ്ങളും അങ്ങ് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിലാൽ ഇബ്നു റബാഹിനോട് പറയാൻ വാങ്ക് വിളിക്കാൻ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വാങ്ക് കൊടുത്തു. അങ്ങപ്പോഴാണ് വാങ്ക് കേട്ടുകൊണ്ട് അതോടൊപ്പം ഇതേ രംഗം തന്നെ കണ്ടുകൊണ്ട് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നിരവധി സ്വഹാബികൾ അതേ സ്വപ്നം തന്നെ രാത്രിയിൽ കണ്ടിട്ട് ഓടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, അവിടുന്ന് അതാ ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്, ഞങ്ങൾക്ക് പക്ഷേ വരാൻ വൈകിപ്പോയതാണ്. ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോ ചോദിച്ചു, മാ മനാകാൻ തുഖ്ബിറനീ, ഓ ഉമർ ഇബ്നുൽ ഖത്താബേ, നിങ്ങൾ സ്വപ്നത്തിൽ വാങ്ങി കിട്ടിയിട്ട് എന്തേ എന്നോട് പറയാതിരുന്നത്? فقال سبقني عبد الله بن زيد فاستحييت, എന്നെക്കാളും മുമ്പേ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് വന്ന് തങ്ങളോട് പറഞ്ഞു പോയി. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകൾ പള്ളിയിലേക്ക് വരാൻ വേണ്ടി വാങ്കെന്ന് പറയുന്ന വ്യവസ്ഥാപിതമായ സമ്പ്രദായം കൊണ്ടുവരുന്നത് മദീനയിൽ വന്ന ഉടനെയാണ്.
ففي بعض أسرار الأذان وبدائعه الأذان كلمة جامعة لعقيدة الإيمان مشتملة على نوعية من التعليقات والسمعيات من العقليات والسمعيات فأوله إثبات الذات وما يستحقه من الكمال والتنزيه عن مرادها وذلك بقوله الله أكبر. ലോകം മുഴുവനും എല്ലാ നിമിഷവും അല്ലാഹുവിന്റെ തൗഹീദ് മുഴങ്ങി കേൾക്കണം. അതിനു വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ ബുദ്ധിപരമായും പദപരമായും ആലോചിച്ചാൽ ആസൂത്രിതമായ സംവിധാനമുള്ളതാണ് വാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്കിനെ നടപ്പിലാക്കിയപ്പോൾ അവ്വലു മുഅദ്ദിനിൻ ഫിൽ ഇസ്ലാം ബിലാൽ ഇബ്നു റബാഹ് അടിമത്വത്തിന്റെ കമ്പോളത്തിൽ നിന്ന് ചാട്ടവാറുകൊണ്ട് മർദ്ദനം കേട്ട് തീരുപ്പൊന്ന മരുഭൂമിയിൽ കിടന്ന് തീ ജ്വലിക്കുന്ന സൂര്യന് കീഴേ കിടന്ന് അഹദ് അഹദ് എന്ന മഹത്തായ മുദ്രാവാക്യം വിളിച്ച് അടിമത്വത്തിന്റെ കമ്പോളത്തിൽ നിന്ന് ആധികാരികതയുടെ അമരത്തേക്ക് വാഴ്ത്തപ്പെട്ട നേതാവാണ് ബിലാൽ ഇബ്നു റബാഹ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കലി മുഴങ്ങി മദീന. ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഈ ഹസ്രത്തെ ബിലാലിനെ കബാസ് ജബ് സദാ ഹയ്യ അലസ്സലാത്തി ഹയ്യ അലൽ ഫലാഹ്. കഅബാലയത്തിന്റെ മണിമുറ്റത്ത് നിന്ന് പിൽക്കാലത്ത് കൊടുത്ത നായകൻ മദീനയിലെ ഗുംബദേ ഖസ്റായിൽ ഉമ്മ വെച്ചുറങ്ങുന്ന ഹബീബിന്റെ ചാരത്ത് നിന്ന് ആദ്യം വാങ്കിന്റെ അമരധ്വനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച നേതാവ് ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ക് കൊടുക്കുമ്പോൾ സ്വഹാബികൾ പള്ളിയിലേക്ക് വരികയാണ്. എന്തൊരു വിചിത്രമാണ് ഈ വായനകൾ. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ഇടവഴിയും ഇന്ന് വായിക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് ലഭ്യമാണ്. Who could dare to compare with the Prophet Muhammad sallallahu alayhi wa sallam? We can't see any hole or gap in the history of Prophet Muhammad sallallahu alayhi wa sallam. Nabi sallallahu alayhi wa sallam തങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇടവഴിയും ഇല്ലല്ലോ. എത്ര കൃത്യമാണ്. ഇതുപോലെ ചരിത്രം സംരക്ഷിക്കപ്പെട്ട ഒരു നേതാവിനെ ലോക ചരിത്രത്തിൽ എടുത്തു തരാൻ പറ്റൂല. പക്ഷേ ഈ മുസ്ലിം സമുദായത്തിന് ഉള്ള ക്രെഡിറ്റുകൾ പറയാനുള്ള അഭിമാനബോധമില്ല. നമ്മുടെ കയ്യിലുള്ളതുപോലെ അവിതർക്കിതമായി എടുത്തു പറയാൻ പ്രമാണമുള്ള മതങ്ങളും മതാനുയായികളും ലോകത്തെവിടെ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പോലെ സമ്പൂർണമായി അവതരിപ്പിക്കാൻ ലോകത്തെ ഏത് നേതാവിന്റെ ചരിത്രമുള്ളത്? പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ വിരോധാഭാസം ഈ സമുദായത്തിന് കിട്ടി. സ്വന്തം നേതാവിനെ പറയണ്ട എന്ന് പറയുന്ന ഒരു സമുദായം നമ്മുടെ സമുദായത്തിലുണ്ട്. സ്വന്തം നേതാവിനെ പറ. റബീഉൽ അവ്വൽ മാസം വരുമ്പോ നബിദിനെ ആഘോഷിക്കണോ? മീൻസ് സ്വന്തം നേതാവിന്റെ മഹത്വം പറയണോന്നാ. അത് വേണ്ട എന്ന് പറയുന്ന മതം നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ. വേറെ രാഷ്ട്രീയത്തിലോ മതത്തിലോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ചരിത്രം സംരക്ഷിക്കപ്പെട്ട ഒരു നേതാവ് ലോകത്തുണ്ടാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം എത്ര കൃത്യമാണ്. അതേ സമയത്ത് യേശുവിനെ കുറിച്ച് പഠിക്കുക. യോഹന്നാന്റെ പഠന പതിപ്പിൽ ബത്ലഹേമിലെ പള്ളിയിൽ നിന്ന് സംസാരിക്കുന്ന യേശു മിശിഹയെ പിന്നെ കാണാം. ബൈബിള് മുഴുവൻ പരിധി നോക്കിയാൽ എവിടെ കാണും? ഞാൻ ഇവിടെ മാത്രം പറഞ്ഞതല്ല, പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി യേശുവിന്റെ ഒരു ചരിത്രം തുടർച്ചയായി വായിച്ചു തരാൻ ബൈബിളിന് കഴിയില്ല. ബിബ്ലിക്കൽ റെഫറൻസുകൾക്ക് സാധിക്കുന്നില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല. ഒരു വഴിയും ഒഴിഞ്ഞിട്ടില്ല. അവിടുത്തെ ഒരു ഇടപാടും വിട്ടുപോയിട്ടില്ല. അവിടുത്തെ ഒരു കൂട്ടുകാരനെയും ഒഴിവാക്കിയിട്ടില്ല. കാരണം എന്തേ? ജനിക്കുന്നതിന് മുമ്പ് ചരിത്രത്തിന്റെ ക്യാമറ ഹബീബിനു നേരെ വെച്ചുപോയി. ജനിച്ചു കഴിഞ്ഞ് പ്രതിഭയായിട്ടാണ് എല്ലാവരെയും ചരിത്രം നോക്കിയതെങ്കിൽ മഹാത്മാഗാന്ധിയെ ചരിത്രത്തിന് വേണ്ടി വന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സേനാനിയായതുകൊണ്ടാണ്.
അതിനു മുമ്പ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്നയാളെ ലോക ചരിത്രത്തിന് ജനിച്ചു വീണപ്പോൾ ആവശ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു പൊളിറ്റിക്കൽ ഇടപാടാണ് ഗാന്ധിയെ ഗാന്ധിയാക്കിയത്. അതുപോലെയാണ് ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അവസരം നൽകിയതെങ്കിൽ ലോകത്തിന്റെ നേതാവ് ഹബീബേ ഖുദാ വറൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെയല്ല, ജനിച്ചു വീഴുന്നതിന് മുമ്പ് തന്നെ ചരിത്രത്തിന് ആവശ്യമാണ്. വാഗ്ദത്ത നബി എവിടെ? വാഗ്ദത്ത നബി എവിടെ? വാഗ്ദത്ത പ്രവാചകനെവിടെ? വാഗ്ദത്ത പ്രവാചകനെവിടെ? അന്നബിയുൽ മൗഊദ് മദീനത്തേക്ക് വരുമ്പോ മദീനത്തു ആള് കാത്തു നിൽക്കുകയാണ്. അവിടേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ വേഗം വരുന്നുണ്ട്. അതിനു മുമ്പൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ നിസ്കരിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിനു നേരെയാണ്. മസ്ജിദുൽ അഖ്സായ്ക്ക് നേരെയാണ് നിസ്കാരം നടക്കുന്നത്. അതൊരു സമാധാനത്തിന്റെ സന്ധി അറിയിക്കാനാണ്. വേദക്കാരായ ആളുകളോട് സമാധാനം പുലർത്താൻ വേണ്ടിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ അഖ്സായിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോഴും ഹബീബിന്റെ മനസ്സിലുള്ളത്, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട കഅബാലയത്തിലേക്ക് ഖിബിലയൊന്നാക്കി തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിക്കുകയാണ്, കഅബാലയത്തിലേക്ക് തന്നെ കഅബയെ ഖിബിലയാക്കി തന്നിരുന്നെങ്കിൽ. അല്ലാഹുവിന്റെ കൽപ്പനയാണ് ബൈത്തുൽ അഖ്സായിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അസ്ർ നിസ്കാരത്തിൽ ഇന്ന് മദീനയിലുള്ള മസ്ജിദുൽ ഖിബ്ലതൈനിൽ നിസ്കരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. തങ്ങളുടെ പ്രീതി മാനിച്ചുകൊണ്ട് കഅബാലയത്തെ തന്നെ ഖിബിലയാക്കി നിശ്ചയിച്ചിരിക്കുന്നു. അസ്ർ നിസ്കാരത്തിന്റെ 2 റക്അത്തായപ്പോഴാണ് കൽപ്പന വന്നത്. അടുത്ത 2 റക്അത്ത് ഖിബിലയ്ക്കു നേരെയാണ്. ആദ്യത്തെ 2 റക്അത്ത് നിസ്കരിച്ചത് ബൈത്തുൽ അഖ്സായിലേക്കാണ്. 2 സ്ഥലവും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ ആദ്യകാലത്ത് 2 മിഹ്റാബ് ഉണ്ടായിരുന്നു. ചില വിവരമില്ലാത്തവർ വന്ന് അവിടെയും കൂടെ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റേ ഖിബിലയുടെ സ്ഥാനത്ത് അടയാളവും കഅബാലയത്തിന് നേരെയുള്ള സ്ഥലത്ത് മിഹ്റാബുമാക്കി മാറ്റിയതാണ്. ജൂതന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കാൻ ശ്രമിച്ചു. ഈ കഅബാലയത്തിന്റെ നിർണയം ഹബീബിനുള്ള അംഗീകാരമാണ്. ഖുർആൻ പറയുകയാണ്, സയഖൂലു സുഫാഉ മിനന്നാസ് മാ വല്ലാഹും മിൻ ഖിബ്ലതിഹിമുല്ലതീ കാനൂ അലൈഹാ. സുഫഹാക്കളായ വിവരദോഷികളായ ആളുകൾ വന്നിട്ട് ചോദിച്ചു, എന്തിനാണ് ഈ ഖിബ്ല മാറ്റിയത്? എന്തിനാണ് ഈ ഖിബ്ല അങ്ങോട്ടാക്കി മാറ്റിയത്, ബൈത്തുൽ അഖ്സയിലേക്കാക്കി മാറ്റിയത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ പറയുകയാണ്, ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. ഓ നബിയേ, പടിഞ്ഞാറും കിഴക്കിന്റെയും അധിപൻ അല്ലാഹുവാണെന്ന് പറയണം നബിയേ. യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിൽ നയിക്കുന്നതാണ്. وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا. നീതിമാന്മാരും സത്യവാന്മാരുമായ തലമുറയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ മാറ്റിയിരിക്കുന്നു. എന്തിനാണ്? ലിതകൂനൂ ശുഹദാ അലന്നാസ്. വരും കാല ജനങ്ങൾക്ക് നിങ്ങൾ പ്രമാണമാകാൻ. വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. നിങ്ങൾ സത്യവാന്മാരാണെന്നതിന് ഹബീബ് തെളിവാണ്. വമാ ജഅൽനൽ ഖിബ്ലതല്ലതീ കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഅർ റസൂൽ മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി. തങ്ങളായിരുന്ന ഖിബിലയിലേക്ക് തന്നെ വീണ്ടും അത് പുനഃസ്ഥാപിച്ചത്
എന്തിനാണെന്നറിയുമോ? വേർതിരിച്ച് മനസ്സിലാകുന്നതിനു വേണ്ടിയാണ്. മയ്യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ ഖിബൈഹി, അസത്യത്തിലേക്ക് മടങ്ങുന്നവരും സത്യത്തിൽ നിലകൊള്ളുന്നവരും ആരാണെന്ന് വേർതിരിച്ചറിയാനാണ്. ഇൻകാനത ലകബീറതൻ ഇല്ലാ അലല്ലദീന ഹദല്ലാഹു വമാ കാനല്ലാഹു ലിയുളിയ ഈമാനകും ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. ഹിദായത്തിന്റെ ഉടമയായ ആളുകൾക്കത് പ്രശ്നമല്ല. നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്നതിനെ അല്ലാഹു ലക്ഷ്യം വെച്ചിട്ടില്ല. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അല്ലാഹു തആല കാരുണ്യവാനും വിട്ടുവീഴ്ച ചെയ്യുന്നവനുമാണ്. ഇനി ഖിബലയെ മാറ്റിത്തന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഖുർആൻ പറയുകയാണ്. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര പരിഗണിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഓ നബിയേ, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. ഓ നബിയേ, തങ്ങളുടെ മുഖം തിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ആകാശത്തേക്ക്. എന്നാൽ തങ്ങളിങ്ങനെ എപ്പോഴും എന്റെ പഴയ കഅബയിലേക്ക് തന്നെ ഖിബലയാക്കിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചുകൊണ്ട് തല ഉയർത്തുന്നില്ലേ നബിയേ? ഖുദാ കീ റസാ ചാഹത്തെ ഹൈ ദോ ആലം, ഖുദാ ചാഹതാ ഹൈ റസായേ മുഹമ്മദ്. ലോകമാകമാനം ആശിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതിയാണെങ്കിൽ അള്ളാഹു പരിഗണിക്കുന്നത് ഹബീബിന്റെ പ്രീതിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടം അല്ലാഹു തആല വിലയിരുത്തുകയാണ്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ, തങ്ങളുടെ പ്രീതി മാനിച്ചുകൊണ്ട് ഖിബലയെ തിരിച്ചിരിക്കുന്നു നബിയേ. കഅബയിലേക്ക് തന്നെ നിശ്ചയിച്ചു നബിയേ. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അതുകൊണ്ട് അവിടുത്തെ തിരുമുഖം കഅബാലയത്തിലേക്ക് തന്നെ, മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ തിരിച്ചോ നബിയേ. വഹൈസുമാ കുൻതും ഫവല്ലൂ വജൂഹകും ശത്റഹ്, എവിടെയാണെങ്കിലും നിങ്ങൾ നിസ്കാരത്തിന്റെ സമയത്ത് കഅബയിലേക്ക് തന്നെ ലക്ഷ്യം വെച്ചോ. വഇന്നല്ലദീന ഊതുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിൻ റബ്ബിഹിം വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. വഇന്നല്ലദീന ഊതുൽ കിതാബ, വേദക്കാരായ ജൂത ക്രിസ്ത്യാനികൾക്കറിയാം, ലയഅലമൂന, അവരറിയുന്നുണ്ട് നബിയേ, അന്നഹുൽ ഹഖ്ഖു മിൻ റബ്ബിഹിം, ഈ കഅബാലയത്തിന്റെ ദിശ നിർണയം വന്നത് അല്ലാഹുവിൽ നിന്നുള്ള വാസ്തവമാണ്, സത്യമാണ്. ലിമാ ഫീ കുതുബിഹിം മിൻ നഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ അന്നഹു യതഹവ്വലു ഇലൈഹാ. അങ്ങനെ കഅബാലയം ദിശ നിർണയിക്കുന്ന ഒരു പ്രവാചകൻ വരുമെന്ന് അവരുടെ തോറയിലുണ്ട്, ഇഞ്ചീലിലുണ്ട്. അതുകൊണ്ട് അവർക്ക് അറിയും നബിയേ, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, അവരുടെ പ്രവൃത്തികൾ അല്ലാഹു അറിയുന്നുണ്ട്. യാ റസൂലല്ലാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതി മാനിച്ചുകൊണ്ടാണ് കഅബാലയത്തിന്റെ നിർണയം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് തിരിഞ്ഞു നിസ്കരിക്കുന്നത്. അള്ളാഹുവാണ് പരമാധികാരി, പക്ഷേ ആ ഹബീബിന്റെ പ്രീതി മാനിച്ചുകൊണ്ടേ അല്ലാഹു തആല ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെയുടെ വിചാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ ആഹ് കഹ് കേ ലാം ഹോ ഹി ജായേഗാ, അല്ലാഹുവിന്റെ ഹബീബിനെ അറിഞ്ഞുകൊണ്ട് ആഹ് എന്ന് വിളിക്കുമ്പോൾ ലാം ഹോ ഹി ജായേഗാ, ഇലാഹ് എന്നായി മാറുന്നത് ഹബീബിനോടുള്ള വിചാരത്തിന്റെ പേരിലാണ്. മേരി നസറോ മേ തൂ ഹോ, തേര തേരി മഹബ്ബത്ത് ഹോ, ന ദുനിയാ ഹോ ന ഉഖബാ ഹോ,
न दोज़ख हो न जन्नत हो, सिवा तेरे न माइल हो किसी पर वो तबीयत दे, तेरी उल्फत हुआ तेरा इसको तेरी महब्बत हो. ഞാൻ എവിടെ നോക്കിയാലും ഹബീബാണ്. മണ്ണിലും വിണ്ണിലും കണ്ണിലും ദിശയിലും ദിശയല്ലാത്തതിലും എല്ലാ ചരണ നിശ്ചരണങ്ങളിലും അനുരാഗത്തിന്റെ പാത്രമായ ഹബീബാണ്. ആ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്ര സാന്നിധ്യത്തിന്റെ നിറനിധികളെയാണ് ലോകമാകമാനം കാണുന്നത്. യാ റസൂലല്ലാഹ്, അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ സ്നേഹാനുരാഗങ്ങളുടെ സാന്നിധ്യം അറിയുമ്പോൾ യാ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിവാ തേരെ ന മാഇൽ ഹോ കിസി पर वो तबीयत दे, तेरी उल्फत हुआ तेरा इसको तेरी महब्बत हो. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രീതി മാനിച്ചുകൊണ്ടാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം പരിഗണിച്ചുകൊണ്ടാണ് ഖിബലയുടെ ദിശമാറ്റം നടക്കുന്നത് ഇപ്പോഴാണ്. ഇത് മാത്രം വിശാലമായ ചർച്ചകൾ മുഫസ്സിറുകൾ നടത്തിയിട്ടുണ്ട്, കടക്കുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാനുണ്ടെന്ന് വേദത്തിൽ നിന്ന് കാത്തിരുന്ന വേദക്കാരായ ആളുകൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിഷേധിച്ചു കളഞ്ഞു. ആധുനിക ജൂത ക്രൈസ്തവ ലോകത്തിന്റെ നടപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസമയത്ത് അവർ കാണിച്ച വഞ്ചനകൾ മദീനയിലേക്ക് വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബൈഹഖി നിവേദനം ചെയ്യുന്നു, വസഫല്ലാഹു മുഹമ്മദൻ ഫിത്തൗറാത്തി അക്ഹലൽ ഐനൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങളെല്ലാം തൗറാത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി കൊടുത്തു. ഫലമ്മാ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസദഹു അഹ്ബാറു യഹൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു വന്നപ്പോഴേക്ക് ജൂത പാതിരിമാർ അതിനെ നിഷേധിച്ചു കളഞ്ഞു. ഫഗയ്യറു സിഫതഹു ഫീ കിതാബിഹിം, അവരുടെ വേദത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളെ അവർ മാറ്റിക്കളഞ്ഞു. വഖാലു ലാ നജിദു നഅതഹു ഇൻദനാ, അവര് പറഞ്ഞു ഞങ്ങളുടെ അടുക്കൽ അങ്ങനെ ഒരു നബിയെ കുറിച്ചുള്ള വിശേഷണമൊന്നുമില്ല. നജിദുൻ നബിയൽ ഉമ്മിയ തവീലൻ അസ്റഖ സബത അശ്ശഅരി, അവിടുന്ന് മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ഒരു പ്രത്യേക രൂപമുള്ള ഒരാളെ കുറിച്ചാണ് ബൈബിളിലുള്ളത്, തൗറാത്തിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിശേഷണങ്ങളെല്ലാം മാറ്റിയിട്ട് വേദക്കാരായ ആളുകൾ അതിനെ മാറ്റി പറഞ്ഞു. എന്നാൽ ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഇബ്നു അബ്ബാസ് തങ്ങളെ കൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നത് കാണാം. യഹൂദികളായ മദീനയിലുള്ള യഹൂദികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് പറയുമായിരുന്നു, നിങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ മുകളിൽ കയറിക്കോ, കുഴപ്പമില്ല, അതേ സമയത്ത് നാളെ ഞങ്ങൾ വിജയിക്കുന്നതാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്തൻസുറു ബിഹഖി മുഹമ്മദിൻ നബിയിൽ ഉമ്മീ ഇല്ലാ നസർതനാ അലൈഹിം. അന്ന് ഈ ജൂത പുരോഹിതന്മാര് പറയായിരുന്നു, അറബികളെ ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വലിയ മൂച്ചും ബഹളമൊന്നും കാണിക്കേണ്ടതില്ല, നാളെ ഞങ്ങളുടെ വാഗ്ദത്ത പ്രവാചകൻ വരുന്നതാണ്, വരുന്ന സമയത്ത് ഞങ്ങൾ ആ നബിയുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്ത് നിങ്ങളെ തോൽപ്പിക്കുമെന്ന് അവര് പറഞ്ഞിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ സഫിയ്യ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ, പാതിരിമാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോയി മനസ്സിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന്. ഫസമിഅതു അമ്മി അബാ യാസിമഹു യഖൂൽ അബി ഹുയൈ ഇബ്നു അഖ്തബ് ഹുവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുവന്നപ്പോൾ എന്റെ കുടുംബക്കാരായ ആളുകളോട് ചോദിച്ചു, അല്ല ആ വന്നത് വാഗ്ദത്ത പ്രവാചകൻ തന്നെയാണോ? ഖാല നഅം, അത് ശരിയായ പ്രവാചകൻ തന്നെയാണ്. അതഅരിഫുഹു ബിനഅതിഹി വസിഫതിഹി, വിശേഷണങ്ങളും വർണ്ണനകളും എല്ലാം പറഞ്ഞതുപോലെ തന്നെയാണോ? നഅം വല്ലാഹ്,
ഫമാനി നഫ്സിക മിൻഹു, എന്നാൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പറഞ്ഞ പ്രവാചകനൊക്കെ തന്നെയാണെങ്കിലും ഞങ്ങളോടൊപ്പം നിൽക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടിട്ട് പോയ നിരവധി പാതിരിമാർ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂത ക്രൈസ്തവ ലോകത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടൊഴിഞ്ഞിട്ട് അവരെതിരാളികളായി മാറി. ഇമാം ബുഖാരിയും ഇമാം ബൈഹഖിയും അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഇബ്നു ഇസാഖ് ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹ് ഇബ്നു സലാം എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. അവർ ക്രൈസ്തവ ലോകത്തെ ജൂതലോകത്തെ വലിയ പാതിരിയായിരുന്നു. ഒരു തോട്ടത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതായ വർത്തമാനം കേൾക്കുന്നത്. ഫമ്മാ സമയത്തുൽ ഖബറ ബിഖുദൂമി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കബ്ബർതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുന്നു എന്ന് ശബ്ദം കേട്ടപ്പോൾ ഞാൻ തക്ബീർ മുഴക്കി. ഫഖാലത് അമ്മതി ഹീന സമിഅത് തക്ബീരി, എന്റെ പ്രിയപ്പെട്ട മാതാമഹി അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ സഹോദരി ഞാൻ ഈ തക്ബീർ വിളിക്കുന്നത് കേട്ടപ്പോൾ ചോദിച്ചു, അല്ല ലൗ കുൻത സമിഅത ബിമൂസ ബിൻ ഇമ്രാൻ മാ സിത്ത, മൂസ അലൈഹിസ്സലാം എന്നാൽ ഇതുപോലെ തക്ബീർ ചൊല്ലൂലല്ലോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ തക്ബീർ ചൊല്ലുന്നത്? അബ്ദുല്ലാഹ് ഇബ്നു സലാം എന്ന ഹുസൈൻ ഇബ്നു സലാം എന്ന പേരുള്ള പാതിരിയോട് ചോദിച്ചു. ഖുൽതു ലഹാ, പിൽക്കാലത്തെ മഹാനവറുകൾ പറയാണ്, ഞാൻ പറഞ്ഞു, ഓ പ്രിയപ്പെട്ട ഉമ്മ, വല്ലാഹി അഖൂ മൂസ ബിൻ ഇമ്രാൻ, അതേ മൂസ ബിൻ ഇമ്രാൻ എന്ന മഹാനായ പ്രവാചകന്റെ സഹോദരനാണ്. വഅലാ ദീനിഹി ബുഇസ ബിമാ ബുഇസ ബിഹി, അതേ ആദർശത്തിന്റെ ആളാണ്, അതേ പ്രവാചകത്വത്തിന്റെ വഴിയിലാണ്, മാത്രമല്ല സത്യപ്രവാചകനാണ്. ഫഖാലത് ലഹു യബ്ന അഖി അഹുവ അൻ-നബിയ്യു അൽദീ കുന്നാ നുഖ്ബറു അന്നഹു യുബഅസു മാ നഫ്സി സ്സാഅ, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ വരുമെന്ന് പറഞ്ഞ പ്രവാചകനാണോ ആ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹുസൈൻ ഇബ്നു സലാം എന്ന പാതിരി പറയുകയാണ്, ഫദാക ഇദൻ, അതേ അതേ പ്രവാചകൻ തന്നെയാണ്. അങ്ങനെ ഞാനങ്ങ് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയി. അതേ സമയത്ത് ജൂത പാതിരിമാരെല്ലാവരും ശരിയായ പ്രവാചകൻ വന്നു, അവർക്ക് അധികാരം നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, കള്ളപ്രവാചകന്മാർ പാതിരിമാരായ ആളുകൾ ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ ആശയങ്ങളെല്ലാം പൊളിച്ചു മാറ്റുമെന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും പിൻവാങ്ങി. അതേ സമയത്ത് ഹുസൈൻ ഇബ്നു സലാം എന്ന് പറയുന്ന ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പരീക്ഷണം നടത്തി. പ്രവാചകന്മാരായ ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഖിയാമത്ത് നാളിനെ കുറിച്ച്, അതുപോലെ തന്നെ സ്വർഗത്തിലെ ഭക്ഷണത്തെ കുറിച്ച്, ഗർഭസ്ഥ ശിശുവിനെ കുറിച്ച്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചോദിച്ചപ്പോൾ കൃത്യമായി അതിന് മറുപടി പറഞ്ഞു. ആ കൃത്യമായ മറുപടി കഴിഞ്ഞു കേട്ടപ്പോൾ ഹുസൈൻ ഇബ്നു സലാം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പോഴവിടെയുള്ള ജൂതന്മാരായ ആളുകളെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, ഹുസൈൻ ഇബ്നു സലാം ആരാണ്? അപ്പോഴവരെല്ലാം പറഞ്ഞു, ഖൈറുനാ വബിനു ഖൈരിനാ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ആളാണ്, നല്ല ആളുടെ മോനാണ്, വലിയ പണ്ഡിതനാണ്. എന്നാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒന്ന് ഇസ്ലാം നിങ്ങളുടെ കൂടെ വരാൻ പോകുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകത്തു നിന്ന ആളെ ഇങ്ങ് പുറത്തേക്ക് വിളിച്ചു. ഹുസൈൻ ഇബ്നു സലാം എന്ന് പറയുന്ന ആളെ പുറത്തേക്ക് വിളിച്ചു. കടന്നു വന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചപ്പോ
നേരത്തെ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ആളാണെന്ന് പറഞ്ഞ അതേ ജൂതന്മാര് തന്നെ പറഞ്ഞു, ശർറുനാ വബിനു ശർറിനാ, ഞങ്ങളുടെ കൂട്ടത്തിലെ മഹാപോക്കാണ്, മഹാതലതിരിഞ്ഞോന്റെ മോനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹുസൈൻ ഇബ്നു സലാമിനെ ആക്ഷേപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കണ്ടില്ലേ, ഫഖറജ അബ്ദുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, പേരെന്താണ്? ഹുസൈൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പേര് മാറ്റിയിരിക്കുന്നു, അബ്ദുല്ലാഹ് എന്നാക്കാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. يا معشر يهود اتقوا الله واقبلوا ما جاءكم به فوالله إنكم لتعلمون أنه لرسول الله حقا تجدونه مكتوبا عندكم في التوراة. അല്ലയോ ജൂതന്മാരെ, ഇത് നമ്മൾ പണ്ടേ കാത്തിരുന്ന പ്രവാചകനാണ്, അംഗീകരിച്ചു കൊള്ളണം, സ്വീകരിച്ചു കൊള്ളണം. എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സത്യമാക്കുന്നു. കാലു, അപ്പൊ ജൂതന്മാരൊന്നടങ്ക പറഞ്ഞു, കദബത അൻത ശർറുനാ വബനു ശർറിനാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വെച്ച് ഏകദേശം 20ഓളം പാതിരിമാര് നിഷേധിച്ച സംഭവങ്ങൾ യൂസുഫ് സാലിഹി ഉദ്ധരിക്കുന്നുണ്ട്. വിശദമായി കടന്നു പോകാനുള്ള സമയമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പവിത്രമായ ഇസ്ലാമിന്റെ കൃത്യമായ പ്രചരണം ലോകത്ത് നടത്തിയിട്ട് മദീനയിലേക്ക് വന്ന് മനുഷ്യലോകത്തിന് ആവശ്യമുള്ള മുഴുവൻ നിയമങ്ങളെയും വ്യവസ്ഥാപിതമായി കൊണ്ടുവന്ന ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി ഓരോന്നും നടത്തുന്നത് തശ്രീഇന്റെ പ്രവർത്തനങ്ങളാണ്. മക്കയിൽ വെച്ച് നടത്തിയത് മുഴുവനും തൗഹീദിന്റെ അടിസ്ഥാന പ്രചരണമാണ്. ഇനി നടത്താൻ പോകുന്നത് തശ്രീഇന്റെ നിർമ്മാണമാണ്. ശരീഅത്തിന്റെ നിയമങ്ങളെ കൃത്യമായി ചിട്ടപ്പെടുത്തുന്ന ദിവസങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ സഞ്ചാരത്തിന്റെ ഇടയിൽ ഏറ്റവും സേവനം ചെയ്ത സഹചാരിയാണ് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ആദ്യത്തെ അധ്യാപകനാണ്. എല്ലാ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് തൗഹീദിന്റെ പ്രചരണം നടത്തിയ ആളാണ്. ആ മിസ്അബ് ബിൻ ഉമൈർ തങ്ങളെ കൊണ്ടുവന്ന് കൃത്യമായി ആവശ്യമുള്ള സേവനം ചെയ്തു കൊടുത്ത മഹാനാണ് അസ്അദ് ബിൻ സുറാറ. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു എല്ലാവർക്കും സ്വീകാര്യനായ പ്രവർത്തകനാണ്. ഔസ് ഖസറജ് എന്നീ രണ്ട് ഗോത്രങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ നേരം മധ്യസ്ഥനായി കാണുന്ന മഹാനാണ്. നല്ല പ്രകൃതക്കാരനാണ്. എല്ലാ പ്രവർത്തകരെയും സ്വീകരിക്കാൻ പറ്റുന്ന ലീഡർഷിപ്പുള്ള നേതാവാണ്. നല്ല വിട്ടുവീഴ്ചയുടെ ശൈലിയാണ്. ചൂടായി കൊണ്ടുവരുന്ന ആളുകളുടെ മുമ്പിൽ മയമായി പെരുമാറിയ പ്രവർത്തകനാണ് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു. മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് ഓരോ മുതലാളിമാരുടെ അടുക്കൽ ചെല്ലും. അവര് ചൂടാകാൻ നേരം അസ്അദ് റളിയല്ലാഹു അൻഹു പറയും, ഒന്ന് ക്ഷമിക്കണേ, മഹാനവറുകൾ ഒന്ന് പറഞ്ഞോട്ടെ, നല്ല വിവരമുള്ള ആളാണ് എന്ന നിലക്ക് ആളുകളെ നല്ല മയമായി പെരുമാറിയ മഹാനാണ്. അവ്വലു മൻ ഖാമൽ ജുമഅത ബിൽ മദീനതി അസ്അദ് ബിൻ സുറാറ. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു രോഗിയായി. ഹബീബ് ഇസ്ലാമിക നിർമ്മാണ പ്രവർത്തനത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോ കൂടെ പിടിച്ചുകൊണ്ടുപോയ ആളാണ്. പക്ഷേ ബഹുമാനപ്പെട്ട അസ്അദ് തങ്ങളുടെ കഴുത്തിൽ ഒരു മുറിവ് പറ്റിയിട്ട് രോഗിയായി. ആ അസ്അദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോ 4 പെൺമക്കളാണുള്ളത്. 4 പേരെയും ഏറ്റെടുത്തു മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുത്തു അവരുടെ സംരക്ഷണം. വേറെ ഒരു മഹാനാണ് കുൽസൂം ബിൻ ഹദം എന്ന മഹാനവറുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുബായിലേക്ക് കടക്കുന്നതിന് മുമ്പ് താമസിച്ചത് അവിടെയാണെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു. മഹാനവറുകളും വഫാത്തായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച രണ്ട് വിയോഗങ്ങളാണ്. കുൽസൂം ബിൻ ഹദം എന്നവരുടെയും മസ്അദ് ബിൻ ദുറാറയുടെയും റളിയല്ലാഹു അൻഹുമാ. അല്ലാഹു അവരുടെ മഹത്വം കൊണ്ട് നമുക്ക് നാഫിയായ ഇൽമു നൽകട്ടെ. ആ മഹാന്മാരുടെ ജീവിതം ഒരു ദഅവത്തിന്റെ സന്ധിയിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ട് ലോകത്തോട് യാത്രയാകുമ്പോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെയ്യാനുണ്ട്. അടുത്ത പ്രവൃത്തി പദത്തിലേക്ക് ഹബീബ് കടക്കാൻ പോവുകയാണ്. അപ്പോൾ മദീനയിലേക്ക് വന്ന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി അതാ കൃത്യമായ ഒരു ഉടമ്പടിയിലൂടെ സമൂഹത്തെ മുഴുവനും പാകപ്പെടുത്തി നിർത്തുകയാണ്. ഇനി ഈ സമൂഹത്തെ നയിച്ചുകൊണ്ട് പോകേണ്ട കൃത്യമായൊരു ധാര നിർണയിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്നേഹപ്രപഞ്ചത്തിന്റെ അനുബന്ധത്തിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ ചരിത്ര സഞ്ചാരത്തിന്റെ തുടർച്ചയിൽ ഉടമ്പടികളുമായി നാളെ സന്ധിക്കാം. അതിനു മുമ്പ് ഇന്ന് നമ്മുടെ സ്നേഹവൈകാരികമായ മുഹൂർത്തത്തിന്റെ ഓരോ ദിവസത്തെയും സ്നേഹപ്രപഞ്ച സമ്മാനങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗത്തിന്റെ സന്ധികളാണ്. അതിൽ ഒന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിൽ മേ ആദ ഖുദാ लब पे नात नबी सिर्फ ऐसे मुझे शायर चाहे. ഖൽബിൽ അല്ലാഹുവിന്റെ വിചാരവും അധരങ്ങളിൽ ഹബീബിന്റെ അവദാനവും അതിലൂടെ മാത്രമാണ് ഈ ജീവിതത്തിന്റെ പ്രയോഗം നാം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഇസ്സെ ജ്യാദാ കി മുജ്കോ സറൂറത്ത് നഹീ. ഇതിനപ്പുറം വേറൊന്നും നമുക്ക് ആവശ്യമില്ല. ആ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ ചില ആളുകൾ അങ്ങ് റോമിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിക പ്രചരണം നടത്തുകയാണ്. ജാമിഉൽ മുഅ്ജിസാത്ത് എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഉസിറ മിനൽ മുസ്ലിമീന ഫിർ റൂമി 20 റജുലാ. മുസ്ലിമീങ്ങളിൽ നിന്ന് 20 ആളുകൾ ബന്ധനസ്ഥരാക്കപ്പെട്ടു. ക്രിസ്ത്യാനികളായ ആളുകളുടെ അധീനതയിലാണ്. വായിച്ച് വിശദീകരിക്കാനുള്ള സമയവും സാവധാനവുമില്ല. അങ്ങനെ 20 പേരെ ബന്ദിയാക്കിയിട്ട് ആ 20 പേരിൽ നിന്ന് ഒരാളെ ഒഴികെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ഒരാളെ ഒഴികെ എല്ലാ ആളുകളെയും വധിച്ചു കളഞ്ഞു. ആ ഒരാളെ വധിക്കാൻ രാജാവിന് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ്? മിൻ ലറാഫതിഹി വഅഖലിഹി വഖൗഫിഹി ബിഅൻവാഇൽ ലുഖൂബതി. അതാ കണ്ടില്ലേ രാജാവിന്റെ വ്യത്യസ്തങ്ങളായ വിചാരങ്ങൾ. ഭാവം കണ്ടിട്ടും ബുദ്ധി കണ്ടിട്ടും എന്താണ് പ്രതിശിക്ഷയെന്ന് മനസ്സിലാക്കാൻ കഴിയാതെയും പല നിലക്കും പരിശോധിച്ചു നോക്കിയിട്ട് കൊല്ലാൻ കഴിയുന്നില്ല. അവസാനം വഖൗഫഹു ബിഅൻവാഇൽ ലുഖൂബ. ഒരുപാട് ശിക്ഷകൾ കൊണ്ട് വാണിംഗ് നൽകി, ഇങ്ങനെയാക്കും അങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒന്നിലും ക്രിസ്ത്യാനിസത്തിലേക്ക് പോകാൻ ഈ സ്വഹാബി തയ്യാറായില്ല. അവസാനം ഈ മഹാനായ മുസ്ലിം സഹോദരനെ എങ്ങനെയെങ്കിലും ഒന്ന് വരുതിയിൽ കൊണ്ടുവരാൻ എന്ത് ചെയ്യണമെന്ന് മന്ത്രിമാരോട് ആലോചിച്ചു. മന്ത്രിമാര് പറഞ്ഞു, ഒരു കാര്യം പറയാം, പക്ഷേ രാജാവിനോട് പറയാനൊരു മടിയുണ്ട്.
അപ്പൊ രാജാവ് പറഞ്ഞു, കുഴപ്പമില്ല, അന്തും മാമിനൂൻ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ വിഷയത്തിൽ നിങ്ങളോട് എതിർപ്പ് രേഖപ്പെടുത്തൂല. അപ്പോഴവര് പറഞ്ഞു, രാജാവേ, നിങ്ങൾക്ക് നല്ല സുന്ദരിയായ ഒരു മകളുണ്ടല്ലോ, ആ സുന്ദരിയായ മകളെ ഇദ്ദേഹത്തിന്റെ മുമ്പിലൊന്ന് കാഴ്ചവെച്ചാലോ, എന്നിട്ട് ആ മകള് വഴി ക്രിസ്ത്യാനിസത്തിലേക്ക്, ആ മകള് വഴി മതം മാറ്റത്തിലേക്ക് നമ്മുടെ ഈ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ രാജാവ് സ്വന്തം മകളെയാണ് കാഴ്ചവെക്കേണ്ടതെങ്കിലും വരുതിയിൽ കൊണ്ടുവരേണ്ട ചെറുപ്പക്കാരനെ ആവശ്യമായതുകൊണ്ട് സമ്മതം കൊടുത്തു. അവസാനം മകൾ ഉടുത്തൊരുങ്ങി നല്ല സുഗന്ധവും പൂശിയിട്ട് വന്നു. സുഗന്ധവും പൂശി ചെറുപ്പക്കാരനെ ആ റൂമിലേക്ക്, സ്വകാര്യ മുറിയിലേക്ക് രണ്ടുപേരെയും അങ്ങ് കടത്തിവിട്ടു. ഫലമ്മാ ദഖലൽ ഫതാ, ഈ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു. അപ്പോൾ തവജ്ജഹ നഹ്വൽ ഖിബ്ല, റൂമിലേക്ക് കടന്നിട്ട് അവിടെ ഒരുങ്ങിയിരിക്കുന്ന പെണ്ണിനെ നോക്കിയില്ല. സുന്ദരി അവിടെ കാത്തിരുന്നത് കാണാൻ വന്നതല്ല. توجه نحو القبلة قائما ولم يلتفت إليها. ആ ചെറുപ്പക്കാരിയെ നോക്കുകയോ കുശലാന്വേഷണം നടത്തുകയോ ചെയ്തില്ല. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഖിബിലയ്ക്ക് നേരെ നിന്ന് ഖുർആൻ പാരായണം തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന് തുടങ്ങി ഓതി പരിശുദ്ധമായ ഖുർആൻ ഓതുന്നു. ഈ പെണ്ണവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹത്താ ബലഗ ശാബു ഇലാ ഖൗലി മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പ്രയോഗമുള്ള ആയത്തങ്ങ് വന്നപ്പോൾ ഹത്താ ജഅലൽ ഫതാ യുഈദുഹാ വയബ്കീ, ആ ആയത്ത് പിന്നെയും 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 ആവർത്തിച്ചു ഓതുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന മഹനീയമായ പേര് ആവർത്തിച്ച് വായിച്ചിട്ട് ഓതിയിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ കണ്ടുകൊണ്ടിരുന്ന പെണ്ണിന്റെ കൽബ് അലിഞ്ഞിട്ട് എഴുന്നേറ്റ് അടുത്തേക്ക് ചെന്നു. അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് കരയുന്നത്? ഇതാരുടെ പേരാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ ചെറുപ്പക്കാരെ. ഈമാനിന്റെ പരീക്ഷണഘട്ടത്തിലും ഹബീബിന്റെ പ്രണയം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ആവർത്തിച്ച് പാരായണം ചെയ്ത് കരയുകയാണ്. കരഞ്ഞ് 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 വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് വരുതിയിൽ കൊണ്ടുവരാനും വശത്താക്കാനും നിന്ന പെണ്ണെഴുന്നേറ്റ് അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ഇതാരാണ്? കരയുന്നതെന്തിനാണ്? അപ്പോൾ പറഞ്ഞു, മറ്റൊന്നുമല്ല, ഇതെന്റെ നേതാവിന്റെ പേരാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിങ്ങനെ ഓതുന്ന സമയത്ത് അവിടുത്തെ മുഖം കാണാൻ എനിക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ എന്ന വേദനയിലാണ്. എനിക്കെന്റെ ഹബീബിനെ കാണാൻ പോകണം, എനിക്കെന്റെ ഹബീബിനെ കാണാൻ പോകണം. പക്ഷേ ഞാൻ നിങ്ങളുടെ ബന്ദിയാണ്, നിങ്ങളുടെ ബന്ദിയായതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയൂല.
എന്നെ ഇവിടുന്ന് വിട്ടു തന്നിട്ട് പോയി എനിക്ക് എന്റെ ഹബീബിന്റെ അടുക്കലെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ ആ പെണ്ണ് ചോദിച്ചു, എന്നാ പോകാൻ തടസ്സം? ഞാൻ നിന്റെ വാപ്പാന്റെ രാജ്യത്തെ അധികാരത്തിന്റെ കീഴിലെ ബന്ദിയാണ്. ഉടനെ വിളിച്ചു അവിടുത്തെ പട്ടാളക്കാരെ, കൊണ്ടുവന്നോ വാഹനങ്ങളെ. ഒരു വാഹനത്തിൽ കയറുന്നു യുവാവായ ഹബീബിന്റെ സ്നേഹിതനാണ്. അടുത്ത വാഹനത്തിൽ ഈ യുവതിയും കയറി. ഇലാ ജനാബി റസൂലില്ലാഹ്, ആത്മീയതയുടെ ആരാമങ്ങളിൽ നിന്ന് അനുരാഗത്തിന്റെ ആത്മശിലകളെ മദീനയിലെ രാജാവിനോട് ചേർത്ത് വെച്ച് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഹബീബാണ് വലുതെന്ന് വെച്ച് എല്ലാ പ്രാതികൂല്യങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും മാറ്റി എന്റെ കൽബിന്റെ രാജാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് വിചാരിച്ച് അൽ-ഈമാനു യഅരിദു ഇലൽ മദീന കമാ തഅരിദുൽ ഹയ്യതു ഇലാ ജുഹരിഹാ, മടയിലേക്ക് പാമ്പ് മടങ്ങും പോലെ മദീനയിലേക്ക് വിശ്വാസി മടങ്ങുമെന്നാണ്. ആ വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പേര് കേട്ടുകൊണ്ട് ഹൃദയമലിഞ്ഞു പോയ പെണ്ണിനെ ആദർശത്തിന്റെ വരിയിലേക്ക് കൊണ്ടുവരാൻ നസ്രാനികളുടെ കൂടിൽ നിന്ന് ഹബീബിന്റെ പേരുകൊണ്ട് വിലാസം നേടിയ മഹാനായ ചെറുപ്പക്കാരൻ വരുന്നു. ഇലാ റസൂലില്ലാഹി, വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെയുടെ തിരുസവിധത്തിലേക്ക് വരികയാണ്. അവസാനം പട്ടാളക്കാരെയും പാരാവാരങ്ങളെയും എല്ലാം ഒരുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ചെന്ന് അവിടുത്തെയുടെ കൽപ്പനകളെല്ലാം അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്നു. ഇൻഷാ അല്ലാഹ് ഇത് വിശാലമായ സംഭവമാണ്. തൽക്കാലം ഇവിടെ അതിലേക്ക് കടക്കുന്നില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പേരങ്ങ് കേട്ടപ്പോഴേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കി ഹബീബിലേക്ക് ലയിച്ചു ചേർന്ന മുഹിബ്ബീങ്ങളാണ്. അല്ലാഹുവേ, അതുപോലെ ഈ സ്നേഹപ്രപഞ്ചത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാൻ ഞങ്ങൾക്ക് അവസരം നൽകണം റഹ്മാനേ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് അരുതായ്മകളിൽ നിന്ന് വിട്ടുനിന്ന് തെറ്റുകളിൽ നിന്ന് മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ക് ശരിയായ നിലയിൽ ഉൾക്കൊണ്ട് അവിടുത്തെ മഹനീയമായ സ്നേഹപ്രപഞ്ചത്തിലെ യഥാർത്ഥ അവകാശികളാവാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ.